അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം ഒരു അൾട്രാസോണിക് സെൻസറിൻ്റെ സഹായത്തോടെ LCD ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഡിസ്റ്റൻസ് മെഷറിംഗ് സിസ്റ്റം ആക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ അതാണ് പ്രൊജക്റ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് കോഡ് എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സെമി വർക്കിംഗ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ ഹാൻഡ് അൾട്രാസോണിക് സെൻസറിൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ അതിൻ്റെ ബിറ്റ്വീൻ എത്ര സെൻറ്റിമീറ്റർ ഉണ്ടോ അത് നമ്മൾ അൾട്രാസോണിക് സെൻസർ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്, സെൻറ്റിമീറ്ററിലും ഇഞ്ചിലും. ഡിസ്റ്റൻസ് കൂടുമ്പോൾ സെൻറ്റിമീറ്ററിൽ ഇഞ്ചും കൂടുന്നുണ്ട് ഇതേപോലെ. അപ്പം നമുക്കിതിനെ കണക്ഷൻ നോക്കാം. അപ്പോൾ ഈ പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഒരു LCD ഡിസ്പ്ലേ ആണ്. 16 പിൻസിൻ്റെ LCD ഡിസ്പ്ലേ, അൾട്രാസോണിക് സെൻസർ, ഒരു പൊട്ടൻഷ്യോമീറ്റർ, പിന്നെ ബ്രെഡ് ബോർഡ് വേണം, ആർഡിനോ യൂണോ, പിന്നെ കുറച്ച് ജമ്പർ കേബിൾസ് വേണം മെയിൽ ടു മെയിൽ. ഇനി ഇത് പ്രൊജക്റ്റ് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആർഡിനോൻ്റെ കോഡിംഗ് വയർ. അപ്പോൾ നമുക്ക് ഈ പ്രൊജക്റ്റ് ആക്കാൻ നമുക്ക് ഈ സാധനങ്ങളെല്ലാം വേണം. ഇനി നമുക്ക് കണക്ഷൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അൾട്രാസോണിക് സെൻസറും LCD ഡിസ്പ്ലേയും നമ്മൾ ബ്രെഡ് ബോർഡിലേക്ക് പ്ലഗ് ചെയ്ത് വെക്കാം. ഞാൻ ഫസ്റ്റ് നമ്മൾ LCD ഡിസ്പ്ലേ പ്ലഗ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ LCD ഡിസ്പ്ലേ പ്ലഗ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അൾട്രാസോണിക് സെൻസറും ഇവിടെ പ്ലഗ് ചെയ്യണം. ഇതേപോലെ ഞാൻ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആർഡിനോ യൂണോയും പിന്നെ 2 മെയിൽ ടു മെയിൽ ജമ്പർ കേബിൾസും കൊടുക്കുക. എന്നിട്ട് നമ്മൾ 5 വോൾട്ട്, അതായത് ഈ ഒരു 5V ബ്രെഡ് ബോർഡിലുള്ള ഈ പ്ലസ് ഒരു 5 വോൾട്ടിൻ്റെ സപ്ലൈയിലേക്ക് കൊടുക്കുക ഇതേപോലെ. പിന്നെ അതേപോലെ തന്നെ വേറൊരു ജമ്പർ കേബിൾ എടുക്കുക മെയിൽ ടു മെയിൽ. അതിന് GNTന്ന് ഈ നെഗറ്റീവ് റെയിലിലേക്ക് കണക്ട് ചെയ്യാം ബ്രെഡ് ബോർഡിൻ്റെ ഇതേപോലെ. ഇനി നമുക്ക് അൾട്രാസോണിക് സെൻസറിൻ്റെ കണക്ഷൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടുള്ള മെയിൽ ടു മെയിൽ ജമ്പർ കേബിൾ എടുക്കാം, അല്ലെങ്കിൽ ഇതേപോലത്തെ 4 ജമ്പർ കേബിളിൻ്റെ ബണ്ടിൽ ഇത് എടുക്കാം. അപ്പോൾ ഞാൻ ഇത് ബണ്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ കണക്ഷൻ നോക്കാം അൾട്രാസോണിക്കിൻ്റെ. അപ്പോൾ ഫസ്റ്റ് നമുക്കിങ്ങനെ പ്ലഗ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇതിൻ്റെ പോസിറ്റീവ് VCCU പിന്നെ ഗ്രൗണ്ടും GNT കണക്ട് ചെയ്യണം ബ്രെഡ് ബോർഡിലേക്ക്. VCC 5 വോൾട്ടിലേക്ക്, പിന്നെ ഗ്രൗണ്ട് വയർ നെഗറ്റീവിലേക്ക്. ഇനി ഇതിൻ്റെ ട്രിഗർ പിന്നും എക്കോ പിന്നും, അതായത് ട്രിഗർ പിൻ എന്ന് വെച്ചാൽ നമ്മളെ യെല്ലോ വയറാണ്, പിന്നെ എക്കോ പിൻ നമ്മളെ ഗ്രീൻ വയർ. ഇപ്പോൾ ട്രിഗർ നമുക്ക് 9ലാണ് കണക്ട് ചെയ്യേണ്ടത്, എക്കോ പിൻ 10ലേക്കും. ഇതാണ് നമ്മൾ അൾട്രാസോണിക് സെൻസറിൻ്റെ കണക്ഷൻ. ഇനി നമുക്ക് LCD ഡിസ്പ്ലേൻ്റെ കണക്ഷൻ നോക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ജമ്പർ കേബിൾസ് എടുക്കണം മെയിൽ ടു മെയിൽ. ഒന്നിക്കൽ സിംഗിൾ അല്ലെങ്കിൽ ബണ്ടിലായിട്ട് എടുക്കാം. ഇത് GNT VDD VORS ഞാൻ കണക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇത് GNT, അതായത് നമ്മൾ പേർപ്പിൾ വയർ. ഇത് നമുക്ക് ബ്രെഡ് ബോർഡിലെ മൈനസിലേക്ക് കണക്ട് ചെയ്യണം. അതിൻ്റെ സൈഡിൽ നമ്മൾ VDD ഉണ്ട്, അതെന്ന് വെച്ചാൽ നമ്മൾ ബ്ലൂ വയറാണ്. അതിന് നമ്മൾ പോസിറ്റീവ് 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യണം. പിന്നെ നമ്മൾ VO നമുക്ക് നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ അപ്പുറമാണ് കണക്ട് ചെയ്യേണ്ടത്. പൊട്ടൻഷ്യോമീറ്റർ ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഈ VO പിൻ, അതായത് നമ്മൾ ഗ്രീൻ പിൻ, അത് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ മിഡിൽ പിന്നിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഇതേപോലെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ RS പിൻ, അതിന് നമുക്ക് ഡിജിറ്റൽ പിൻ നമ്പർ 7ലേക്ക് കണക്ട് ചെയ്യണം. ഇതേപോലെ. പിന്നെ സിംഗിൾ വയർ എടുക്കുക, പിന്നെ RW കണക്ട് ചെയ്യുക. RW നമുക്ക് ഈ ബ്രെഡ് ബോർഡിൻ്റെ നെഗറ്റീവിലാണ് കണക്ട് ചെയ്യേണ്ടത്, അതായത് ഗ്രൗണ്ട് വയറിലേക്ക്. പിന്നെ ഈ LCDൻ്റെ പിൻ നമുക്ക് ഡിജിറ്റൽ പിൻ നമ്പർ 6ലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്.
എന്നിട്ട് നമ്മൾ ലാസ്റ്റ് LCD ഡിസ്പ്ലേൻ്റെ D4, അതായത് LCDൻ്റെ D4 തൊട്ട് D7 വരെ കണക്ട് ചെയ്യുക. ഇത് ഞാൻ 5 പിൻസിൻ്റെ ഒരു ബണ്ടിലാണ് എടുത്തത്, ജമ്പർ വയറിൻ്റെ. ഇത് നമ്മൾ BLA, അതായത് A പിൻ, LCDൻ്റെ പവർ പിന്നിലേക്ക് വരെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ LCDൻ്റെ BLA നമുക്ക് പ്ലസ് കണക്ട് ചെയ്യണം 5 വോൾട്ടിലേക്ക്. പിന്നെ അതേപോലെ തന്നെ ഈ ബാക്കി D7 തൊട്ട് D4 വരെ ഡിജിറ്റൽ പിൻ നമ്പർ 2 തൊട്ട് ഡിജിറ്റൽ പിൻ നമ്പർ 5 വരെ കണക്ട് ചെയ്യണം. അതായത് D7 D2ലേക്ക് പോകും ആർഡിനോൻ്റെ. പിന്നെ അതേപോലെ തന്നെ D6 നമ്മളെ D3ലേക്ക് പോകും. ഈ D5 പോകുന്നത് നമ്മളെ D4ലേക്കാണ് ആർഡിനോൻ്റെ. അതേപോലെ തന്നെ കണക്ട് ചെയ്യണം. പിന്നെ D5 വരെ കണക്ട് ചെയ്യണം. ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു സിംഗിൾ വയർ എടുക്കുക. അതിനകത്ത് BLK, അതായത് നമ്മൾ നെഗറ്റീവ്, LCD നെഗറ്റീവ് നമുക്ക് ഈ നെഗറ്റീവ് ഗ്രൗണ്ട് വയറിലേക്ക് കണക്ട് ചെയ്യണം. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കണക്ഷനിൽ 2 ജമ്പർ കേബിൾസ് എടുക്കുക. അതിനകത്ത് ഒന്ന് നമ്മൾ പൊട്ടൻഷ്യം മീറ്ററിൻ്റെ ഫസ്റ്റ് പിന്നിൽ കണക്ട് ചെയ്തിട്ട് പ്ലസ്, അതായത് 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യുക. നമ്മൾ അതേപോലെ തന്നെ തേർഡ് പിൻ എടുക്കുക. തേർഡ് പിന്നിനെ നമ്മൾ മൈനസ് ഗ്രൗണ്ട് വയറിലേക്ക് കണക്ട് ചെയ്യുക. മിഡിൽ പിൻ നമ്മൾ LCDൻ്റെ VO പിന്നിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ സർക്യൂട്ടിൻ്റെ കണക്ഷൻ. ഇനി നമുക്ക് കോഡിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ സർക്യൂട്ടിൻ്റെ കോഡ്. നമുക്ക് കോഡ് അപ്ലോഡ് ചെയ്യാം. ഇത് ഞാൻ കോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോഡ് അപ്ലോഡ് ആയിട്ടുണ്ട്. നമുക്ക് വർക്കിംഗ് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. അപ്പോൾ ഞാൻ ഇനി നമ്മുടെ സർക്യൂട്ടിന് പവർ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ സർക്യൂട്ടിന് പവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പൊട്ടൻഷ്യം മീറ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാൻ കമാൻഡ് കൊടുത്ത ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ഇനി ഷോ ചെയ്യാൻ തുടങ്ങും. ഇതാ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാനാവും. നിങ്ങൾ കുറച്ച് സെൻറ്റിമീറ്റേഴ്സ് യാ ഇഞ്ചസ് നിങ്ങൾക്ക് ഉള്ള LCD ഡിസ്പ്ലേയിൽ കാണാനാകും. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സെൻറ്റിമീറ്റർ, അതായത് നമ്മൾ ഒബ്ജക്റ്റ് നമ്മൾ അൾട്രാസോണിക് സെൻസറിന് എത്ര സെൻറ്റിമീറ്റർ ബിറ്റ്വീൻ ഗ്യാപ്പ് എത്രയുണ്ട്. പിന്നെ ഇഞ്ചസും നമുക്ക് ഈ ഡിസ്പ്ലേയിൽ കാണാനാവും സെക്കൻഡ് റോയിൽ. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ദൂരോട്ട് പോകുമ്പോൾ സെൻറ്റിമീറ്ററും ഇഞ്ചസും നിങ്ങൾക്ക് കൂടുതൽ കാണാം. ഇതിപ്പോൾ ഞാൻ 20 സെൻറ്റിമീറ്റർ ദൂരയിലുണ്ട്. 90 ഇത്ര സെൻറ്റിമീറ്റർ നമ്മൾ ദൂരെ ഉണ്ട്, ഒബ്ജക്റ്റ് ദൂരെ ഉണ്ടെന്ന് അർത്ഥം. ഇനി പൊട്ടൻഷ്യം മീറ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നസ്സും കൺട്രോൾ ചെയ്യാനാവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല ഇവിടത്തേക്ക് നിങ്ങൾക്ക് കാണാനാകും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.